സോ നമ്മളിത് നോക്കാൻ പോകുന്നത് VS Code എങ്ങനെ നമ്മൾ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് macOS ആണ്. സോ macOSൽ ഡിഫറെൻ്റ് ആയിരിക്കും, വിൻഡോസിൽ ഡിഫറെൻ്റ് ആയിരിക്കും, ഇതുപോലെ തന്നെ ലിനക്സിലും ഡിഫറെൻ്റ് ആയിരിക്കും. സോ നമുക്ക് macOSൽ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. സോ നമുക്ക് VS Codeൻ്റെ വെബ്സൈറ്റ് എടുക്കാം. വിഷ്വൽ സ്റ്റുഡിയോ കോഡ്. സോ ഡോക്സ് എടുത്തിട്ടുണ്ട്. ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്. സോ ഇവിടെ കൊടുത്തിട്ടുണ്ട് ലിനക്സിൽ, macOSൽ, വിൻഡോസിൽ. സോ നമുക്ക് ഫസ്റ്റ് macOSൽ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. സോ macOSൽ നമുക്ക് ലിങ്ക് ഓപ്പൺ ചെയ്യാം. സോ ഇവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട് ഓൾറെഡി. സോ ഇറ്റ് വിൽ ടേക്ക് 5 minutes. സോ നമുക്ക് 5 minutes വെയിറ്റ് ചെയ്യാം. സോ VS Code ഡൗൺലോഡ് ആയിട്ടുണ്ട്. സോ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. സോ നമുക്ക് VS Code ഒന്ന് ഓപ്പൺ ചെയ്യാം. ഫ്രം ഓപ്പൺ ഇറ്റ്. യെസ്, ഓപ്പൺ. സോ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. സോ ഇതിലിപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഫയൽ സിസ്റ്റം. സോ നമുക്കിവിടെ ഫോൾഡേഴ്സ് ഓപ്പൺ ചെയ്യാൻ പറ്റും. സോ നമുക്കിവിടെ ഓപ്പൺ ഫോൾഡർ കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു ഫോൾഡർ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമുക്ക് ഏത് ഇപ്പോൾ ഞാൻ യൂസേഴ്സാണ് ഓപ്പൺ ചെയ്തത്, അപ്പോൾ യൂസേഴ്സ് അവിടെ വന്നിട്ടുണ്ട്. അതിനുള്ളിലുള്ള ഫോൾഡേഴ്സ് ഇവിടെ കാണിക്കും. പിന്നെ സെർച്ച്, നമുക്ക് എന്തുമാണ് ഇവിടെ സെർച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് അലൗഡ് അല്ല, അതുകൊണ്ടാണ് ഇവിടെ വരുന്നത്. സോ നമുക്കിവിടെ സെർച്ച് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഒരു കീവേഡ് നമ്മുടെ ഇതിനുള്ളിലുള്ള ഏതെങ്കിലും ഒരു കീവേഡ് വെച്ചിട്ട് നമുക്കിവിടെ സെർച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഗിറ്റബിൻ്റെ ഗിറ്റബിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ജസ്റ്റ് ഗിറ്റ് പുൾ ചെയ്യാനും ഗിറ്റ് പുഷ് ചെയ്യാനൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും, ടെർമിനൽ യൂസ് ചെയ്യുന്നതിന് പകരം. പിന്നെ ഉള്ളത് ഡീബഗും കാര്യങ്ങളുള്ളൊരു വിൻഡോ ഉണ്ട്. പിന്നെ എക്സ്റ്റൻഷനിൽ നമുക്ക് വേണ്ട എക്സ്റ്റൻഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. എക്സ്റ്റൻഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും ചെയ്യണം. ഇപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ പൈത്തൺ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പൈത്തൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ഇപ്പോൾ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ റിയാക്റ്റിൻ്റെ കോഡ് സ്നിപ്പറ്റ് കുറേ എക്സ്റ്റൻഷൻസ് ഉണ്ട്. സോ അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണം. സോ ഇതുപോലെ കുറേ എക്സ്റ്റൻഷൻസ് ഉണ്ട്. സോ ഇങ്ങനെയാണ് macOSൽ നമ്മൾ VS Code ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ വിൻഡോസിലും ലിനക്സിലും എങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. സോ ഇനി നമുക്ക് VS Code വിൻഡോസിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. സോ അതിന് വേണ്ടി ഞാൻ VS Code എന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റുള്ളത് ഓപ്പൺ ചെയ്യാം. സോ ഇവിടെ ഡൗൺലോഡ് ഫോർ വിൻഡോസ് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആവും. സോ ഡൗൺലോഡ് ആവുന്നുണ്ട്. സോ ഇവിടെ ഓൾറെഡി ഡൗൺലോഡ് ആയിട്ടുണ്ട്, അത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതിൽ അക്സെപ്റ്റ് കൊടുക്കാം, നെക്സ്റ്റ് കൊടുക്കാം, നെക്സ്റ്റ്, ഇൻസ്റ്റാൾ കഴിഞ്ഞാൽ നമ്മുടെ VS Code നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. സോ അങ്ങനെയാണ് നമ്മൾ വിൻഡോസിൽ VS Code ഇൻസ്റ്റാൾ ആക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ലിനക്സിൽ എങ്ങനെ VS Code ഇൻസ്റ്റാൾ ആക്കാൻ നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് VS Code എന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ എടുക്കാം. ഇവിടെ 2 ടൈപ്പ് വന്നിട്ടുണ്ട്. ഒന്ന് റെഡ് ഹാറ്റ്, ഫെഡോറ, ആ ഒരു വേർഷൻ യൂസ് ചെയ്യുന്നവർക്കാണ് അത്. നമ്മൾ ഉബുണ്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഞാൻ ഉബുണ്ടു ഇവിടെ ഇൻസ്റ്റാൾ ആക്കുന്നുണ്ട്. സോ ഇത് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആവേണ്ടതാണ്. ഡൗൺലോഡ് ആവുന്നുണ്ട്. സോ നമ്മുടെ ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്കത് ഓപ്പൺ ചെയ്യാം. സോ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക. സോ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഫയൽ സ്റ്റോറേജിൽ പോകണം, ഫയൽസിൽ പോകണം, ഡൗൺലോഡ്സിൽ നമ്മുടെ ഫയലോടെ ഉണ്ടാവും. സോ ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ കൊടുക്കാം. സോ ഇവിടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ വന്നിട്ടുണ്ടാവും. സോ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യാം. സോ ഇത് നേരെ നമ്മുടെ സോഫ്റ്റ്വെയർ സ്റ്റോറിലാണ് പോവുക. അതിൽ ആപ്ലിക്കേഷൻ സ്റ്റോർ ഉണ്ട്, അതിലാണ് പോവുക. സോ ഇവിടെ ഇപ്പോൾ കോഡ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാൾ ആക്കാൻ ഉണ്ടാവും. സോ ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നമ്മൾ പാസ്വേഡ് ചോദിക്കും, പാസ്വേഡ് എൻ്റർ ചെയ്യാം, ഓതൻറ്റിക്കേറ്റ് കൊടുക്കും. സോ അത് ഇൻസ്റ്റാൾ ആയാലും നമുക്ക് ഡയറക്റ്റ് VS Code യൂസ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയാണ് നമ്മൾ VS Code ലിനക്സിൽ യൂസ് ചെയ്യുന്നത്.